ഞാൻ അത്ര ലാളിത്യമുള്ള ആളല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. ഈ പന്നിയൻ രവീന്ദ്രന് ഈ അവാർഡ് നൽകാൻ എന്നെ ക്ഷണിച്ചതിലൂടെ ഞാൻ കരുതുന്നത് ഞാനാണ് ആദരിക്കപ്പെട്ടതെന്നാണ്. ഞാൻ കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിലിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഓരോ അവാർഡുകളും ധന്യമാകുന്നത് അത് ആർക്കാണ് നൽകിയത് എന്ന് പരിശോധിക്കുമ്പോഴാണ്. ഈ അവാർഡ് ഇനി ഏറ്റവും ശ്രദ്ധേയമായ ഒരു അവാർഡായി മാറാൻ പോവുകയാണ്. തീർച്ചയായും നിങ്ങളത് ഏൽപ്പിക്കുന്നത് ശരിയായ കൈകളിലാണ് എന്ന് വളരെ സന്തോഷത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ ചെറുപ്പം മുതൽ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരാളാണ് ശ്രീ പന്നിയൻ രവീന്ദ്രൻ. അദ്ദേഹം വിശുദ്ധിയുടെ പര്യായമായി നമ്മുടെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാളാണ്. തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ എല്ലാവരോടും സൗമ്യമായി പെരുമാറുകയും അസൂയ ഉണർത്തുന്ന തരത്തിൽ സംസ്ഥാനത്തുടനീളം സൗഹൃദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത ഒരാളാണ്. തിരുവനന്തപുരത്ത് ഇത്തിരി കൂടുതലാണ് സൗഹൃദം. സ്വന്തം ജില്ലയേക്കാൾ കൂടുതൽ സൗഹൃദങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയത് തിരുവനന്തപുരത്താണ്. അദ്ദേഹം ഇവിടുത്തെ ജനപ്രതിനിധിയായി, പാർലമെൻറ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും MP ആകുന്നതിന് മുമ്പും അതിന് ശേഷവുമെല്ലാം ഒരു വ്യത്യാസമില്ല. നമ്മൾ കാണുന്ന, നമ്മൾ ശ്രദ്ധിക്കുന്ന ശ്രീ പന്നിയൻ രവീന്ദ്രനാണ്. ഞങ്ങൾ ഒരുമിച്ച് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഞാൻ പ്രയാസപ്പെട്ടു പോയി. കാരണം നമ്മൾ ബഹുമാനിക്കുന്ന ഒരാൾ നമ്മുടെ എതിർ സ്ഥാനാർത്ഥിയായി വരിക. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും അന്ന് കാണിച്ച ഒരു മര്യാദ എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ആരും കാണിച്ചാണ്. ഇത് എന്നോട് അദ്ദേഹത്തെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് വലിയ അഭിപ്രായം പറയും. തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം അതുപോലെ തന്നെ തിരിച്ചും പറയും. ആളുകളാകെ കൺഫ്യൂഷനായി. സാധാരണ സ്ഥാനാർത്ഥികൾ ചിലപ്പോഴൊക്കെ പറയുമെങ്കിലും ഇടയ്ക്ക് അതിൻ്റെ അകത്ത് കുത്തുവാക്കുകളൊക്കെ തിരികെ കയറ്റും എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച്. ഇതൊരു കുത്തുവാക്ക് പറ്റി കയറി പറ്റാൻ പറ്റില്ല. ഞങ്ങളൊരു മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, പറവൂരിലെ മുനിസിപ്പൽ പാർക്കിൽ പങ്കെടുത്തു. അവിടെ എല്ലാവരും രണ്ട് സൈഡായിട്ട് തിരിഞ്ഞ് ഇടതുപക്ഷവും അല്ലെങ്കിൽ UDFൻ്റെ ഭാഗമായിട്ട് തിരിഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ ആദ്യ അവസാനം ഞങ്ങൾ രണ്ട് സ്ഥാനാർത്ഥികൾ കൂടി വേറെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് കാര്യങ്ങൾ. വളരെ രസകരമായ ഒരു അനുഭവമായിരുന്നു ആ തിരഞ്ഞെടുപ്പിൽ എനിക്കുണ്ടായത്. എനിക്കും ഭയങ്കര ഗമയായി അദ്ദേഹത്തെ പോലെ ഒരാളോട് മത്സരിക്കുന്നു എന്നുള്ളത്. അത്രയും ആളുകളെല്ലാവരും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ശ്രീ പന്നിയൻ രവീന്ദ്രൻ. ഒരു സംശയമില്ല. ഞാൻ ഒരു അതിശയോക്തിയും കൂടാതെയാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. ആളുകളോടുള്ള പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ സൗമ്യത, അദ്ദേഹത്തിൻ്റെ ലാളിത്യം, ജീവിതത്തിൽ ആ ഒരു ലാളിത്യമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഞാൻ അത്ര ലാളിത്യമുള്ള ആളല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ലാളിത്യം വളരെ നമുക്ക് മറ്റൊരാളുമായി താരതമ്യപ്പെടുത്താൻ പോലും പറ്റാത്ത ലാളിത്യം ജീവിതത്തിലും പൊതുജീവിതത്തിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലും എന്നും കൊണ്ടു നടക്കാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, വളരെ അഭിമാനത്തോടു കൂടിയാണ് അദ്ദേഹത്തിന് ഞാൻ ഈ അവാർഡ് സമ്മാനിച്ചത്.